അയ്യോ, ശ്യാമേ, എന്താ അടുത്തേ? കണ്ടു ആ വിളക്ക് മറിഞ്ഞു കിടക്കുന്നത്. എന്തോ ഒരാപത്തുണ്ടല്ലോ. എന്തു പറ്റി? എന്തോ കംപ്ലൈന്റ് ആണ് മാഡം, ഞാനൊന്ന് നോക്കട്ടെ. ആ എടുത്തേ, ആ വിളക്കൊന്ന് കൊളുത്തു. ഇത്ര നേരമായി. മാഡം, ഇതിൽ ഇനി യാത്ര നടക്കുമെന്ന് തോന്നുന്നില്ല. ഛേ, നല്ലൊരു കാര്യത്തിന് പോകുമ്പോഴാ ഇതൊക്കെ തനിക്ക് നേരത്തെ നോക്കി വെച്ചൂടെ? എഞ്ചിന്റെ കാര്യമല്ലേ മാഡം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പെട്ടെന്ന് വേറെ ഏതെങ്കിലും വണ്ടി അറേഞ്ച് ചെയ്യാൻ നോക്ക്. ഓക്കെ. ശ്ശേ. തടസ്സങ്ങളേ ഉള്ളൂ. അതെങ്ങനെയാ ആ അമ്മ എന്ന് പറയുന്ന ഒരുത്തി പ്രാർത്ഥിച്ച ദൈവങ്ങളൊക്കെ കയ്യിലെടുത്ത് വെച്ചിരിക്കുക. മോളെ, ടെൻഷൻ വേണ്ട കേട്ടോ, വേറെ വണ്ടി പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വരും. എടുത്തേ, ആ രജിസ്ട്രേഷൻ നമ്മൾ പോവാതിരുന്നത് തെറ്റായി പോയെന്ന് തോന്നുന്നു. നാളെ പോകാന്ന് പറഞ്ഞല്ലോ. പോവാം, പക്ഷേ അത് ഭഗവാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താ ഇപ്പൊ ചെയ്യാ? എല്ലാത്തിനും ശകനം നോക്കിയാലും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ എല്ലാ ശകുനങ്ങളും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ. ആ എടുത്തി ആ ഡയറക്ടറെ ഒന്ന് വിളിക്കാം. ഈ ഫൈറ്റ് സീനിന്റെ ബഡ്ജറ്റ് അല്പം കുറയ്ക്കേണ്ടി വരും. ഇല്ല, കൈ നിൽക്കില്ല. ക്ലൈമാക്സ് ഫൈറ്റ് അല്ലേ സാർ, അവിടെ എന്തെങ്കിലും എക്സസ് വന്നാലും ബാക്കിയുള്ള ഭാഗത്ത് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഞാനത് ഏറ്റു. ഓക്കെ, എന്നാ എനിക്ക് കുഴപ്പമില്ല. ശ്യാമ മേഡം സ്റ്റുഡിയോയിലേക്ക് പുറപ്പെട്ടെന്ന് തോന്നുന്നു. ആ ഹലോ മാഡം. ആ ജഗദീഷ്, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചേ. എന്താ മാഡം? എനിക്ക് ത്രോട്ടിനൊരു ബുദ്ധിമുട്ട്. കുറച്ച് ദിവസത്തേക്ക് ഡോക്ടർ വോയിസ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അയ്യോ മാഡം, നാളെ റെക്കോർഡിംഗ് കഴിഞ്ഞ സോങ് കിട്ടുമെന്ന രീതിയിൽ ആർട്ടിസ്റ്റുകളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ആ ജഗദീഷ് ടെൻഷൻ ആവാതിരിക്കൂ. സിറ്റുവേഷനൊക്കെ എനിക്കറിയാവുന്നതല്ലേ. എനിക്ക് പകരം മറ്റൊരാളെ കൊണ്ട് അത് നടക്കില്ല മാഡം.
എനിക്കത് മേഡം തന്നെ പാടിത്തരണം. ഇവിടെ ഷൂട്ടിംഗ് മാറ്റിവെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരുമായിരിക്കും. ജഗദീഷ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. പ്രൊഡ്യൂസർ എവിടെയുണ്ട്? പ്രൊഡ്യൂസർ എൻ്റെ കൂടെ ഉണ്ട് മാഡം. ആ, എങ്കിൽ ഫോണൊന്ന് സ്പീക്കറിലിടും, രണ്ടുപേർക്കും കൂടി കേൾക്കാമല്ലോ. ശരി മാഡം. സാർ, മേഡത്തിന്റെ തൊണ്ടയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്, അതിനെക്കുറിച്ച് പറയാനാ. പറഞ്ഞോളൂ മാഡം. ഞാൻ രാവിലെ റെക്കോർഡിങ്ങിന് പോകാൻ റെഡി ആയതാ. പെട്ടെന്ന് വോയിസിനൊരു സ്ക്രാച്ച് പോലെ. അങ്ങനെ പാടുന്നത് ശരിയല്ലല്ലോ. ജഗദീഷും പ്രൊഡ്യൂസറും ഓക്കെ ആണെങ്കിൽ ഞാൻ ഒരാളെ ശുപാർശ ചെയ്യാം. അല്ല, നിങ്ങളെ പേടിക്കൊന്നും വേണ്ട, എന്നെക്കാളും നന്നായിട്ട് ആ കുട്ടി പാടും. എന്താ മേഡം ഈ പറയുന്നത്? മേഡത്തിനേക്കാൾ നന്നായിട്ട് പാടുക എന്ന് പറഞ്ഞാ ഇതെന്താ കെട്ടുകഥയാണോ? കെട്ടുകഥയൊന്നുമല്ല. പിന്നെ ആ കുട്ടി പാടിയിട്ട് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പാടിത്തരാൻ ചെയ്യും. അതുവരെ വന്ന നഷ്ടം ഞാൻ തന്നെ തന്നേക്കാം. അയ്യോ, അതൊന്നും വേണ്ട മേഡം. എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി താനൊന്ന്. അതുകൊണ്ടല്ല മേഡം, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ചവർ തന്നെ കൂടെ ഉണ്ടാവണമെന്നല്ല വിചാരിക്കുക. അതുകൊണ്ടാ ഈ കുട്ടിയെ കൊണ്ട് പാടിച്ചാ നാളെ ജഗദീഷിന് അതിന്റെ പേരിൽ അഭിമാനിക്കാൻ പറ്റും. ശുപാർശ ചെയ്ത എനിക്കും.